സുഹൃത്തുക്കളായിരുന്നു അയാൾക്കെല്ലാം. സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനും ഇത്രയും വലിയൊരു സുഹൃത്ത് വലയം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞുമെന്നും അറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയായിരുന്നു. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെ ഇത്രയും വലിയൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു? അതിന് അദ്ദേഹം തന്ന മറുപടി ചിന്തോദ്ദീപകമായിരുന്നു. എന്നോട് ചോദിച്ചു, നീ മ്യൂസിയത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉവ്വ് പോയിട്ടുണ്ട്. അവിടെ വലിയ പെയിൻറ്റിങ്ങുകളുടെയും മറ്റ് ആർട്ട് വർക്കുകളുടെയും മുൻപിലായി ഒന്നുകിൽ ഒരു ബാരിക്കേഡോ അതല്ലെങ്കിൽ ഒരു റിബണോ കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉവ്വ് കണ്ടിട്ടുണ്ടല്ലോ. ആ ബാരിക്കേഡോ അല്ലെങ്കിൽ റിബണോ ഭേദിച്ച് അങ്ങ് പോകുവാൻ നമുക്ക് അനുവാദമില്ല. ചിലപ്പോൾ ഡോൺ ടച്ച് എന്നെഴുതിയിരിക്കുന്നതും കാണാം. അദ്ദേഹം തുടർന്നു, ആ ആർട്ട് വർക്കിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ആ അകലം അതിന് കൂടിയേ തീരൂ. അടുത്തേക്ക് ചെല്ലുന്തോറും നമുക്ക് പെയിൻറ്റിംഗ് ബ്രഷിൻ്റെ സ്ട്രോക്സും അതിൻ്റെ അപൂർണതകളും കാണാൻ പറ്റും. ഒരു പെയിൻറ്റിങ്ങിനെ അല്ലെങ്കിൽ ഒരു കലാരൂപത്തെ അതിൻ്റെ പൂർണ്ണമായ ഭംഗിയിലും സൗന്ദര്യത്തിലും കാണണമെങ്കിൽ ആ അകലം കൂടിയേ തീരൂ. ജീവിതത്തിലും ഇങ്ങനെ തന്നെ. എത്ര ഉറ്റ സ്നേഹിതനെയും ഒരു ബാരിക്കേഡ് അകലം നിർത്തിയാൽ ആ ബന്ധത്തിൻ്റെ ഭംഗി കാലങ്ങളോളം നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മെ രൂപപ്പെടുത്തുന്നതിന് കാലം ഉണ്ടാക്കിയ വരകൾ മറ്റുള്ളവർ കാണുവാനിടയാകും. ജീവിതത്തിലെ വരകൾ.